നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നിക്കോളാസ് പൂറൻ 6 സിറ്റിംഗ് മെഷീനാണ് അദ്ദേഹം. IPL ഒരു ബീസ്റ്റ് തന്നെയാണ്. പൊളിച്ചടുക്കി അദ്ദേഹം. അതിൻ്റെ ഫലമായിട്ടാണ് അനായാസം SRHനെ LSG തച്ച് തകർത്ത് വിട്ടിരിക്കുന്നത്. മിച്ചൽ മാർഷിൻ്റെ അർദ്ധ സെഞ്ചുറി ഉണ്ടായിരുന്നു. അതുപോലെ അവസാന ഘട്ടത്തിൽ അബ്ദുൽ സമദിൻ്റെ വെടിക്കെട്ട് എല്ലാം കൂടി ചേർന്നുകൊണ്ട് തകർപ്പൻ ജയം, 5 വിക്കറ്റിൻ്റെ വിജയം, 23 പന്തുകൾ ശേഷിക്കെ SRHന് മേൽ LSG നേടിയിരിക്കുകയാണ്. SRHന് അവരുടെ മരുന്ന് തിരിച്ചു കിട്ടിയ പോലെയായിപ്പോയി ഈ കളി എന്ന് തന്നെ പറയേണ്ടി വരും. ടോസ് ലഭിച്ച LSG ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത SRH നിശ്ചിത 20 ഓവറുകളിൽ 9 വിക്കറ്റിന് 190 റൺസാണ് അടിച്ചത്. ഇന്ന് മികച്ചൊരു തുടക്കമൊന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അഭിഷേക് ശർമ്മ 6 റൺസുമായിട്ട് മടങ്ങി. ഇഷാൻ കിഷൻ ഡക്കായി. എന്നാൽ ട്രാവിസ് ഹെഡ് അദ്ദേഹത്തിന് ലൈഫൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിക്കോളാസ് പൂറൻ ക്യാച്ച് വിട്ടതും മറ്റുമൊക്കെ ആയിട്ട് ലൈഫുകൾ കിട്ടി. അത് മുതലെടുത്തു. 28 പന്തിൽ നിന്ന് 5 4 3 6 അടക്കം 47 റൺസ് കുറിച്ചു. നിതീഷ് കുമാർ റെഡ്ഡി 28 പന്തിൽ നിന്ന് 32 റൺസ് അടിച്ചു. ഹെൻറി ക്ലാസൻ 17 പന്തിൽ നിന്ന് 26 റൺസ്. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയി പോയി അദ്ദേഹത്തിൻ്റെ ആ ഒരു റണ്ണൗട്ടായ രീതി. ഏതായാലും അദ്ദേഹം 26 റൺസുമായിട്ട് മടങ്ങി. പിന്നെ അനികേത് വർമ്മയുടെ വെടിക്കെട്ട് 5 സിക്സറുകളാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നത്. വീണ്ടും അടിക്കാൻ ശ്രമിക്കവേ അത് ക്യാച്ചായിട്ട് ഡേവിഡ് മില്ലറുടെ കൈകളിൽ ഒതുങ്ങുകയായിരുന്നു. 13 പന്തിൽ നിന്ന് 36 റൺസ് അദ്ദേഹം അടിച്ചപ്പോൾ പാറ്റ് കമിൻസിൻ്റെ വക 3 സിക്സറുകൾ, 4 പന്തിൽ നിന്ന് 18 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. അങ്ങനെ ഒരുവിധം അവർ 190 എത്തി. 200 മുകളിൽ സ്ഥിരമായിട്ട് അടിക്കുന്ന ടീം 190 ഒതുങ്ങി എന്ന് പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഷാർദുൽ താക്കൂറാണ്. അദ്ദേഹം 4 ഓവറുകളിൽ 34 റൺസിന് 4 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഏതായാലും മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിലൊന്ന് പിഴച്ചു LSGക്ക്. ഏഡൻ മൾക്രം 1 റൺസുമായിട്ടും മടങ്ങി. പക്ഷേ പിന്നീട് മിച്ചൽ മാർഷും നിക്കോളാസ് പൂറനും ചേർന്നുകൊണ്ടുള്ള വെടിക്കെട്ടാണ് അങ്ങ് നടന്നത്. നിക്കോളാസ് പൂറൻ ആദ്യ വേഗം അടിച്ച് കസറി 6 4 6 6 അടക്കം 26 പന്തിൽ നിന്ന് 70 റൺസാണ് അദ്ദേഹം അടിച്ചത്. 18 പന്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി പിറന്നിരുന്നത്. മിച്ചൽ മാർഷ് 31 പന്തിൽ നിന്ന് 52 റൺസ് അടിച്ചു. 15 പന്തിൽ നിന്ന് 15 റൺസുമായിട്ട് മടങ്ങി. ബദോനി 6 റൺസ് എടുത്തു. ഒടുവിൽ ഡേവിഡ് മില്ലറും അബ്ദുൽ സമദും ചേർന്നാണ് കളി ഫിനിഷ് ചെയ്തത്. 7 പന്തുകൾ നേരിട്ട് 2 ഫോറുകളുടെ സഹായത്തിന് 13 റൺസുമായിട്ട് മില്ലർ നിന്നപ്പോൾ മറുഭാഗത്ത് 8 പന്തിൽ നിന്ന് 2 ഫോറും 2 സിക്സും അടക്കം 22 റൺസാണ് അബ്ദുൽ സമദ് അടിച്ചത്. എന്തായാലും SRHന് അവരുടെ മരുന്ന് തിരിച്ചു കിട്ടിയ പോലെയായി. നിക്കോളാസ് പൂറനും മാർഷും സമദും ഒക്കെ ചേർന്നുകൊണ്ട് അവരെ പഞ്ഞിക്കിട്ടു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.